നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് പഞ്ചായത്ത് 17-ാം വാർഡ് അഴീക്കൽ താമസിക്കുന്ന പുളിക്കൽ സെബാസ്റ്റ്യന്റെ ഭാര്യ ജിജി സെബാസ്റ്റ്യൻ. ഇവർ ഒരു ക്യാൻസർ രോഗിയാണ്. പാൻക്രിയാസിലാണ് ക്യാൻസർ. പാൻക്രിയാസിൽ സിസ്റ്റുണ്ട്. ശ്വാസകോശത്തിലും വയറ്റിലും മുഴകളുണ്ട്. പെറ്റ് സ്കാൻ ചെയ്ത ശേഷം സർജറി വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ ജൂഡോ മൂപ്പശ്ശേരിൽ, ഞാൻ അഴീക്കൽ സെൻറ്റ് സേവിയേഴ്സ് ഇടവകയിലെ വികാരി അച്ഛനാണ്. എൻ്റെ ഇടവകയിൽ ജിജി സെബാസ്റ്റ്യൻ പുളിക്കൽ എന്നൊരു സഹോദരി ക്യാൻസർ ബാധിച്ച് ഒത്തിരി ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. സഹോദരിയെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി ചിലവുകൾ ഒത്തിരി ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ സഹോദരിയെ ഓർക്കണമെന്നും വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് സഹായിക്കണമെന്നും അറിയിക്കുന്നു. ഭാര്യയും ഭർത്താവും 2 മക്കളും അടങ്ങിയതാണ് ഇവരുടെ കുടുംബം. ഭർത്താവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. മൂത്ത മകൾ നഴ്സിംഗിനും മകൻ +2 പഠിക്കുകയാണ്. ലോൺ എടുത്താണ് മക്കളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് ജിജി എന്നാണ്. ആലപ്പുഴ രൂപതയിലെ അഴീക്കൽ ഇടവകയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഭർത്താവും 2 കുട്ടികളുമുണ്ട്. മകള് നേഴ്സിംഗ് പഠിക്കുന്നു, മകൻ +2 എനിക്ക് 9 മാസത്തിന് മുമ്പാണ് മുതുക് വേദനയായിട്ട് തുടങ്ങിയത്. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായപ്പോഴേക്ക് എനിക്ക് പാൻക്രിയാസിന് 3 സിസ്റ്റുണ്ട്. അപ്പോൾ പാൻക്രിയാസ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കീമോ ഇപ്പോൾ 12ഓളം ചെയ്ത്, ഇനി അടുത്ത ഒരു കീമോ കൂടെ കഴിഞ്ഞിട്ട് ഒരു പെറ്റ് സ്കാൻ കൂടി ചെയ്താലേ എങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് ആ സിസ്റ്റ് കുറച്ചുകൂടി ചൊട്ടിച്ചിട്ട് മാത്രമേ അത് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് സർജറിക്ക് വേണ്ടി പോകണം. ഒരു മുതുകുവേദനയായിട്ടാണ് അസുഖത്തിൻ്റെ തുടക്കം. വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചെങ്കിലും കുറവ് കണ്ടില്ല. പിന്നീട് കണ്ണിനും ശരീരത്തിനും മഞ്ഞ നിറം കാണുകയും വിശദമായ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോഴാണ് ക്യാൻസർ പാൻക്രിയാസിനെ ബാധിച്ചതായി കണ്ടുപിടിച്ചത്. വിശദമായ പരിശോധനകൾ വീണ്ടും നടത്തുകയും സർജറി സജസ്റ്റ് ചെയ്യുകയുമാണുണ്ടായത്. മുതുകുവേദനയായിട്ടാണ് എനിക്ക് തുടങ്ങിയത്. മുതുകുവേദന 2-3 പ്രാവശ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ച്, അപ്പോൾ ഡോക്ടർ അത്യാവശ്യം വേദനയുടെ മരുന്നൊക്കെ തന്നെങ്കിലും എനിക്കത് കഴിച്ചിട്ടൊന്നും വേദന കുറവില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്ക് കണ്ണിനുമൊക്കെ നല്ല മഞ്ഞപ്പ് വന്ന്, അങ്ങനെ എൻ്റെ ദേഹത്തൊക്കെ മഞ്ഞ കളർ, പെടലിക്ക് ഇങ്ങനെയൊക്കെ മൊത്തം മഞ്ഞ കളർ വന്ന്, അങ്ങനെ പിന്നെ കൊണ്ടുവന്ന് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴേക്ക് എനിക്ക് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഒഴുകിപ്പോകാതെ തടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോയത്. അവിടെ ചെന്ന് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ്
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴേക്ക് കോട്ടയത്ത് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യത്തക്കൊരു അവസ്ഥയില്ല അവിടെ. അതുകൊണ്ട് CT സ്കാനിനൊക്കെ ഒരുപാട് താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ DC ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അൾട്രാസൗണ്ട് സ്കാൻ വീണ്ടും ചെയ്ത് CT ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്ത് വന്ന് എക്കോ ചെയ്ത് ബയോപ്സിക്ക് വിട്ടപ്പോഴേക്ക് എനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞത്. അപ്പോൾ വയറ്റിൽ പാൻക്രിയാസിന് 3 സിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതവർ അത്യാവശ്യം ഒരു ദിവസം 10 ഇഞ്ചക്ഷൻ വെച്ച് ചെയ്ത് 10 ദിവസം കൊണ്ട് 100 ഇഞ്ചക്ഷൻ ചെയ്തത് ചുരുക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞ് കീമോ ചെയ്യണം, കീമോയ്ക്ക് വേണ്ടി പൊയ്ക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്, എറണാകുളത്ത്. അവിടെ ചെന്ന് കീമോ ചെയ്ത് ആദ്യത്തെ ഒരു 9 സൈക്കിളോളം ചെയ്തിട്ട് വീണ്ടും PET സ്കാന് വേണ്ടി ചെന്നപ്പോഴേക്ക് അത് വേറെ സ്പ്രെഡായിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും അത് പിന്നെ ചെയ്ത് മാറ്റണം, സർജറി ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പാൻക്രിയാസ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ വീണ്ടും കീമോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത 4ാമത്തെ സൈക്കിൾ ചെയ്യാൻ പോവുകയാണ്. 3 ചെയ്ത് പിന്നെ അതുകൂടി ചെയ്തിട്ട് സർജറി വേണം. സർജറിക്ക് അത്യാവശ്യം നല്ലൊരു തുക വേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ സാമ്പത്തികത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവ് കടലിൽ ജോലിക്ക് പോകുന്നതാണ്. പിന്നെ 2 കുട്ടികളുണ്ട്, അവർ പഠിക്കുകയാണ് 2 പേരും. ഒരാൾ നഴ്സിങ്ങും ഒരാൾ +2ലേക്കും. ഇപ്പം അവരെ പഠിപ്പിച്ചതും ഇപ്പം അത്യാവശ്യം കുറേ കടങ്ങളൊക്കെ ആയി. ഇതിനു വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ വേണ്ടി ഒത്തിരി പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പണിയൊക്കെ ഒന്നും ഇല്ലാത്ത സമയവും കൂടിയാണ്. അങ്ങനെ ഞങ്ങളാകെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ചിലരൊക്കെ സഹായിക്കുകയൊക്കെ, സഹോദരങ്ങളൊക്കെ അന്യവരൊക്കെ മറ്റുള്ളവരൊക്കെ സഹായിച്ചുകൊണ്ട് ഒരുമാതിരിയൊക്കെ ഇത്രയും വരെയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ചേർത്തല താലൂക്കിലെ 1000 തൈ എന്ന സ്ഥലത്തു നിന്നാണ് അവർ ഇവിടെ അന്ധകാരനാഴിയിലെ പുളിക്കൽ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വന്നത്. ഇവരുടെ വീട്ടുകാരും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. 25 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ മക്കളുമൊത്ത് കഴിയുകയായിരുന്നു. ഇങ്ങനെ ഒരു അസുഖം വന്നതോടുകൂടി വീട്ടിലെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടമായി. എൻ്റെ വീട് ചേർത്തല താലൂക്കിലെ 1000 തൈ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ അപ്പനും അമ്മയ്ക്കും 5 പെൺമക്കളാണ്. അതിൽ മൂത്ത ആളാണ് ഞാൻ. പിന്നെ എന്നെ കല്യാണം കഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ 24 വർഷമായി. 2000-ലായിരുന്നു എൻ്റെ കല്യാണം. ഇത്ര നാൾ വരെ സന്തോഷം, അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ആണെങ്കിലും സന്തോഷത്തിലൊക്കെയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഈ അസുഖം ഉണ്ടായത്. അപ്പോൾ നല്ല കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭർത്താവ് ഒരു മത്സ്യത്തൊഴിലായതുകൊണ്ട് ഇപ്പോഴൊക്കെ പണിയില്ലാത്ത അവസ്ഥയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ലോണൊക്കെ എടുത്താണ് ഒരു വീട് വെച്ചത്. പ്രമാണമൊക്കെ കടപ്പെടുത്തിയൊക്കെയാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മരുന്ന് വാങ്ങിക്കാനൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. പോകുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിൽ പോലും പുറത്തേക്ക് തന്നെയാണ് മരുന്നുകളൊക്കെ കുറിച്ച് തരുന്നത്. അതൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 ലക്ഷത്തോളം രൂപ ഇതിനോടകം ചിലവായി കഴിഞ്ഞു. ലോൺ എടുത്താണ് വീട് വച്ചതും മക്കളുടെ പഠന ചിലവ് നടത്തിയതും. ചികിത്സയ്ക്ക് വേണ്ടിയും കടം വാങ്ങിയിട്ടുണ്ട്. ഇനി തുടർന്ന് മുന്നോട്ട് ചികിത്സയ്ക്കായി ചിലവാക്കുവാൻ പണം കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണിവർ. അങ്ങനെയാണ് ഇവർ ഗുഡ്നസ് TV ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. വീട് വെച്ചിരിക്കുന്നതും ലോൺ എടുത്താണ്. പിന്നെ മോളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയും ലോൺ എടുത്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ അടക്കാൻ പറ്റുന്നില്ല. അസുഖത്തിന് വേണ്ടി ഒത്തിരി പൈസ ചിലവാകുന്നതുകൊണ്ട്
ഞങ്ങൾ വീണ്ടും വീണ്ടും കടം വാങ്ങിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടും ഈ അസുഖം വന്നതുകൊണ്ട് എല്ലാ തരത്തിലും ഞങ്ങൾക്ക് വീഴ്ചകളാണ്. ലോണൊക്കെ അടക്കാഞ്ഞിട്ട് ബാങ്കിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. വീടിൻ്റെ ലോണും മോളെ പഠിപ്പിച്ച ലോണും രണ്ടും കിടപ്പുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ചികിത്സാ ചെലവിന് വേണ്ടിയും പലയിടത്തു നിന്നൊക്കെ ലോണും ആയിട്ടും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് പണയം വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും കടബാധ്യതയിലാണ്. ക്യാൻസർ സ്പ്രെഡ് ചെയ്യാതിരിക്കുവാൻ എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റൂ. പക്ഷേ പണം കണ്ടെത്താതെ അത് സാധ്യമല്ലല്ലോ. ശമരിയൻ പ്രോഗ്രാം കാണുന്ന നല്ലവരായ ഗുഡ്നസ് പ്രേക്ഷകരുടെ സഹായ സഹകരണം ഇവർ യാചിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിയായ സെബാസ്റ്റ്യൻ കടലിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മുന്നോട്ടു പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കടലിൽ പണിക്ക് പോകുവാൻ തന്നെ പലവിധ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം സാധിക്കുന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് വയറ്റിൽ പാൻക്രിയാസിൻ്റെ ഇത് സ്പ്രെഡായിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീതിയുണ്ട് മനസ്സിൽ. പക്ഷേ ടെസ്റ്റിന് പോലും അത്യാവശ്യം പൈസ ഇല്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. അപ്പോൾ സർജറിക്കും ഒരു നല്ല തുക ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കത്തിലാണ്. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും തന്നെ എന്നെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ വിഷമസന്ധിയിൽ ഇവരോട് സഹകരിക്കുവാൻ മനസ്സു കാണിക്കുന്ന സുമനസ്സുകൾക്ക് മുമ്പിൽ ശമരിയൻ ഇവരുടെ അപേക്ഷയും സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹായഹസ്തങ്ങൾ ഇവരിലേക്ക് നീളുമ്പോൾ ദൈവം നിങ്ങളുടെ ഭവനങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച ആൻഡ്രു എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ആൻഡ്രു സഹോദരൻ്റെ മകൻ ബിൻഡോയാണ്. അവർ ചാലക്കുടി അടുത്ത് ചൗക്ക സ്വദേശികളാണ്. 70 വയസ്സുള്ള ഈ ആൻഡ്രു എന്ന സഹോദരൻ 3.5 വർഷത്തോളമായിട്ട് കിഡ്നി ഡാമേജറായിട്ട് ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. സെൻറ്റ് ജെയിംസിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസ്ഥി ദ്രവിച്ചു പോകുന്ന അസുഖം കൂടി ഈ സഹോദരനെ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ നല്ല ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമാണ്. അവർക്ക് സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ബിൻഡോ ആണെങ്കിൽ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്, ഇപ്പോഴും വീണ് വിശ്രമത്തിലുമാണ്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടിവി ആൻഡ്രുവിനെ കുറിച്ച് അറിയാനായിട്ട് ഇടയായതും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുഡ്നസ് ടിവിയിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനുമായിട്ട് ഇടയായത്. അപ്പോഴും ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹകരിക്കുകയും സംഭാവന ചെയ്തതിൻ്റെയും ഭാഗമായിട്ട് 1,12,000 രൂപ നമുക്ക് സമാഹരിക്കുന്നതിനായിട്ട് ഇപ്പോഴും സാധിച്ചു. ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ആ തുക ഇപ്പോൾ ബിൻഡോയെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്.
നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇടയാകുന്നത്. ഏത് ഒരു രോഗിയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഉദാരമായിട്ട് സഹകരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൊടുക്കുന്നതിനും ഇടയായത്. നിങ്ങളെല്ലാവരും സാധാരണക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയൊക്കെയുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ നിങ്ങളുടെ അത്യാവശ്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ നല്ല മനസ്സിനെയും ഹൃദയത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ ചെറിയ ഒരു ത്യാഗം വഴിയായിട്ട് ഒരു രോഗിക്ക് ആശ്വാസവും സൗഖ്യവുമൊക്കെ ലഭിക്കുന്നതിന് ഇടയാകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിനിയും ഈ ആൻഡ്രു എന്ന സഹോദരനെ ഓർക്കാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറയുന്നു. ദൈവം ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മളിൽ ഒരാളെ സഹകരിച്ച ഗുഡ്നസ് പ്രേക്ഷകരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എല്ലാ കാര്യത്തിലും ഓർക്കണമേ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് നിർത്തുന്നു.